നമ്മൾ വയനാടിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആ ദുരന്തത്തെ അതിജീവിച്ച് മെല്ലെ കരകയറി വരികയാണ്. ഇനി നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് വയനാടിൻ്റെ പുനരധിവാസമാണ്. അവിടെയുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക്, അതിജീവിച്ചെത്തിയ മനുഷ്യർക്ക് ഇനി മുന്നോട്ട് ജീവിക്കണം, അവർക്ക് മുന്നോട്ട് കടന്നു പോകണം. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അവരിൽ നിന്ന് മാറ്റി നമുക്ക് അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അവരുടെ എല്ലാ വസ്തുവകകളും നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ വീട് പോയി, അവരുടെ ഭൂമി പോയി, അവരുടെ ബന്ധുക്കളും എല്ലാം പോയി, സ്വത്തുക്കളെല്ലാം പോയി. ഇനി ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് പുതിയൊരു ജീവിതം തുടങ്ങേണ്ട അവസ്ഥയിലാണ് ആ മനുഷ്യർ. അപ്പോൾ അതിന് വലിയ കൈത്താങ്ങ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. താൽക്കാലികമായ പുനരധിവാസ നടപടികൾ സർക്കാർ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ഇതിനായി ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റും. ഇനി ബന്ധുവീടുകളിലേക്ക് ആളുകൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യും. അതിനുള്ള നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 253 വാടക വീടുകൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന്, അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ക്വാർട്ടേഴ്സുകളടക്കം ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ പുനരധിവാസത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. എന്താണ് സർക്കാരിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് എന്ന് നമുക്ക് നോക്കണം. തിയോഫിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. നോക്കാം പുനരധിവാസം ഏത് രീതിയിലാണ് ആദ്യഘട്ടത്തിൽ താൽക്കാലികമായി ചെയ്യുന്നതെന്ന്. തിയോഫിൻ, ഇനി മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ മനുഷ്യരുടെ പുനരധിവാസമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്, ഏറ്റവും ദുഃഖകരമായൊരു സത്യത്തിന് മുന്നിൽ നിൽക്കുന്നവരാണ്. അവരെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. 253 വാടക വീടുകൾ താൽക്കാലികമായി സർക്കാർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ആദ്യ പടിയിലേക്ക് കടക്കുകയാണ്. മനു, തീർച്ചയായും. അതായത് തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജനകീയ തിരച്ചിലും അവസാന ഘട്ടത്തിലാണ്. ഇനി സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പുനരധിവാസമാണ്. പക്ഷെ ഒരു സ്ഥിര പുനരധിവാസത്തിന് സമയമെടുക്കും. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇവരെ. കാരണം എന്തായാലും ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് ഇവരെ ആരെയും ഇനി തുടർന്ന് താമസിപ്പിക്കാൻ അതൊരു വലിയ പരീക്ഷണമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരെ അവിടെ താമസിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സർക്കാരിന് മുന്നിലുള്ള ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇവർക്കെല്ലാം ഒരുമിച്ച് താമസിക്കുന്നത്, കാരണം വളരെ ഐക്യത്തോടു കൂടി ഒരു ഹാർമണിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാണ്. അവരെ അതുപോലെ തന്നെ ഒരുമിച്ച് ഐക്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ടൗൺഷിപ്പ് തയ്യാറാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അത് ഒരു സ്ഥിര പുനരധിവാസം. പക്ഷേ അതിന് മുൻപ് തന്നെ ഇവർ ഇപ്പോൾ എല്ലാവരും വീട് നഷ്ടപ്പെട്ട, വീട് ഭാഗികമായി തകർന്നവരുണ്ട്, മുഴുവനായി വീട് പോയവരുണ്ട്, ഒപ്പമുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അതായത് ഒരാളൊഴികെ മറ്റെല്ലാ വീട്ടിലുള്ള അംഗങ്ങളും ഈ ഇതിൽ കാണാതായതോ മരണമടഞ്ഞവരുണ്ട്, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഇവരുടെ എല്ലാം പുനരധിവാസം ആണ് പ്രധാന. അപ്പോൾ ഇതിനൊരു താൽക്കാലിക പുനരധിവാസമാണ് ആദ്യ ലക്ഷ്യം സർക്കാരിൻ്റെ. ഇതിനായി നമുക്ക് വാടക വീടുകളാണ് പ്രധാനമായും വേണ്ടത്. കാരണം ഇവർ താമസിക്കുന്നത് പലരും സ്കൂളുകളിലുള്ള താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഈ ക്യാമ്പുകളിൽ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് കഴിയില്ല. കാരണം മുഖ്യമന്ത്രി വയനാട് സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു അന്ന്. കാരണം എല്ലാവർക്കും അവരുടെ ഒരു സ്വകാര്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ ക്യാമ്പിൽ ഒരുമിച്ച് കൂടി താമസിക്കുമ്പോൾ അത് എത്ര കാലം തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഇവർക്കെല്ലാം ഒരുമിച്ചിരിക്കാൻ കഴിയുമെങ്കിലും ഇതെല്ലാം അധിക നാൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അവർക്കെല്ലാം ഒരു പ്രത്യേക താമസ സൗകര്യങ്ങൾ അവരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി താൽക്കാലികമായി വീടുകൾ കണ്ടെത്തി, വാടക വീടുകൾ കണ്ടെത്തി ഇവരെ ആ വീടുകളിലേക്ക് മാറ്റാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി 253 വീടുകൾ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 100ഓളം പേർ വീടുകൾ വാടകയ്ക്ക് നൽകാൻ തയ്യാറായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 100ഓളം വീടുകൾ ഇനി ആവശ്യമെങ്കിൽ അതുമുണ്ട്. ഒപ്പം ഒഴിഞ്ഞു കിടക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സുകളോ മറ്റേതെങ്കിലും ഈ സ്ഥാപനങ്ങളുടെ ക്വാർട്ടേഴ്സുകൾ നൽകാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഇത് വൃത്തിയാക്കിയെടുക്കണം. ഇതിലെന്തെങ്കിലും ചിലപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടെങ്കിൽ ഇതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വളരെ വേഗം തന്നെ ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള ആദ്യത്തെ ലക്ഷ്യം. അതിനുശേഷമാണ് ഒരു സ്ഥിര പുനരധിവാസത്തിനുള്ള പാക്കേജ് തയ്യാറാക്കി അതിനുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോവുക. ഒപ്പം മറ്റൊന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രമായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾ നിരവധി പേരുണ്ട്. ഇവരെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നതിനൊരു പ്രയാസമുണ്ട്. അതിന് രണ്ട് വിഷയങ്ങളാണ്. കാരണം പലപ്പോഴും പ്രായമായവരുണ്ടെങ്കിൽ അവരെ ഈ ദുരന്തത്തിൻ്റെ ഒരു മാനസിക വ്യഥ അനുഭവിക്കുന്നവരുണ്ട്. ഇവർക്ക് ഒരു മാനസികമായ പിന്തുണ നൽകണമെങ്കിൽ ഇവരെ ഒറ്റപ്പെടുത്തി താമസിപ്പിക്കാൻ
താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്കൊപ്പം ആരെങ്കിലും ഒരു സഹായത്തിനോട് പ്രായമായവരാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് സഹായത്തിനായി ഒരാളെ കൂടി നിയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംവിധാനം കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുനരധിവാസം അതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായി ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്നുൾപ്പെടെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം. തിരച്ചിൽ ഇനി 2 ദിവസം കൂടി വളരെ വേഗത്തിലുള്ള വളരെ തീവ്രമായ തിരച്ചിൽ നടന്ന മേഖലകളാണ്. കാരണം ഒട്ടുമിക്ക മേഖലകളിലും തിരച്ചിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെയെല്ലാം അടുത്ത ഘട്ടത്തിലൊരു തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനകീയ തിരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ഒരു സംവിധാനം ഈ നമ്മുടെ ചാലിയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്നത്തെ തെരച്ചിലിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ചാലിയാർ മേഖലയാണ്. അതോടൊപ്പം തന്നെ വനമേഖലയിൽ NDRFൻ്റെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവസാനവട്ട തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നും നാളെയുമായി ആ തെരച്ചിൽ കൂടി മുന്നോട്ട് പോകും. അങ്ങനെ ഒരു തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതോടൊപ്പം തന്നെ പുനരധിവാസത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അത് വളരെ വേഗം നടപ്പിലാക്കുമെന്ന് ഇന്നലെ തന്നെ മന്ത്രിസഭാ ഉപസമിതിയും നമ്മളെ അറിയിച്ചതാണ്. ആ നിലയിലുള്ള ഒരു പുനരധിവാസത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കി എല്ലാവരെയും ക്യാമ്പുകളിൽ നിന്ന് മാറ്റുന്നതുവരെ മന്ത്രിമാർ ഇതിൻ്റെ മേൽനോട്ടം വഹിച്ച വയനാട്ടിൽ തന്നെ ഉണ്ടാകും. ഒരു മന്ത്രിയെങ്കിലും എന്തായാലും തുടർച്ചയായി ഇവിടെ ഉണ്ടാകും. ഈ പുനരധിവാസം പൂർത്തിയാകുന്നവരെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനു. ശരി തിയോഫിൻ, ഏതായാലും ഞാൻ തിയോഫിനിലേക്ക് മടങ്ങി വരാം. താൽക്കാലിക പുനരധിവാസത്തിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം അതിജീവിച്ചെത്തിയ മനുഷ്യർ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. എല്ലാ കാലവും ആ ക്യാമ്പുകളിൽ താമസിക്കുക എന്നത് പ്രായോഗികമായ നടപടിയല്ല. പുനരധിവാസത്തിന്റെ വിശദമായ പദ്ധതിക്ക് സമയമെടുക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം ചെയ്യുക താൽക്കാലികമായി അവരെ ക്യാമ്പുകളിൽ നിന്ന് മാറ്റുക എന്നതാണ്. അതിന് വാടക വീടുകൾ, സർക്കാരിന്റെ ക്വാർട്ടേഴ്സുകളടക്കം എടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 253 വീടുകൾ ആദ്യഘട്ടത്തിൽ സർക്കാർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാർട്ടേഴ്സുകൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു.